ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ B6 മുള്ള വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ 26,100 കിലോമീറ്ററാണ് ഓടിയാണ്. 26,103. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് തന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, സീറ്റ് ഓവർ മാറ്റുക. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ കിടക്കണേ കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയർ ബോക്സിൽ തന്നെ ഓയിലൊക്കെ നോക്കി നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. നിലവിൽ കമ്പനി ഫിൽറ്റർ കിടക്കണേ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. തൽക്കാലം തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആകാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ക്ലച്ച് ഗ്രീസിങ്, CVT ക്ലച്ച് ഗ്രീസിങ് കമ്പൽസറിയാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനും അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ കാര്യങ്ങൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. ബെൽറ്റൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം. വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ക്ലച്ച് ഷോക്ക് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ക്ലച്ചിലപ്പോൾ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണുള്ളൂ. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ ഉണ്ടല്ലോ. ആക്സിലേറ്റർ കേബിൾ ഇപ്പം നിലവിൽ കുഴപ്പമില്ല. അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കേബിൾ മാറ്റേണ്ടി വരും. കാരണം ഇപ്പം നിലവിൽ മാക്സിമം അഡ്ജസ്റ്റിങ്, അതായത് ഫ്രീ പ്ലേ ഒട്ടുമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കണേ. ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ആക്സിലേറ്റർ തിരിച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ ഇതേപോലെ സ്റ്റക്കായിട്ട് നിൽക്കും. വണ്ടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും, അങ്ങോട്ടേക്ക് മൂവ് ആവില്ല. ആ ഒരു സ്റ്റേജിലേക്ക് വരും. അത് നമുക്ക് അടുത്ത സർവീസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിക്ക് മുമ്പ് എന്തെങ്കിലും വരാൻ സാധ്യതയില്ല. കാരണം പൊടിക്ക് ഫ്രീ പ്ലേ ഉള്ളൂ നിലവിൽ കേട്ടോ. അപ്പോൾ അടുത്ത സർവീസിൽ മിക്കവാറും നമുക്ക് കേബിൾ മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. ഈ ആക്സിലേറ്റർ കേബിൾ, ആക്സിലേറ്റർ ചെറുതായിട്ട് സ്റ്റക്കാവും. വേറെ പ്രോബ്ലം ഒന്നും അങ്ങനെ വന്നാൽ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വിട്ടാൽ ഞാൻ ഓക്കെ ആവും. പക്ഷേ അത് അടുത്ത സർവീസിൽ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് മാറ്റി കളയാം. ആക്സിലേറ്റർ കേബിൾ മാറ്റുമ്പോൾ 2 കേബിൾ മാറ്റേണ്ടി വരും. ഏകദേശം 800-850 നമുക്ക് മൊത്തം ചിലവ് തന്നെ കേസാണ്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ കേസ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചതുകൊണ്ടാണ്. അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്ഷനൊക്കെ ഉണ്ട്, വർക്കിംഗ് ഓക്കെയാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് നോക്കുമ്പോൾ വണ്ടി ഓടുമ്പോൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ സൈലൻസറിൻ്റെ ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ സെയിം ബോൾട്ട് താഴെയും വരുന്നുണ്ട്. ആ ബോൾട്ട് അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുക. അതുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ കേസ് അടിച്ചടിച്ച് ഇതിൻ്റെ എഞ്ചിൻ കേസിൻ്റെ ഈ ഭാഗം പൊട്ടിപ്പോവും. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കസ്റ്റമർ ഇത് ഓൾറെഡി കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ സർവീസിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടതാണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ ചെറിയൊരു സൗണ്ടും ഉണ്ട്. ഇത് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് ഒടിഞ്ഞത്. അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒടിഞ്ഞേക്കണത് കൊണ്ട് തന്നെ അത് വെൽഡ് ചെയ്ത് അഴിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കേണ്ടി വരും. ട്രൈ ചെയ്ത് നോക്കാം. നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ ലെയ്ത്തിലൊക്കെ കൂടുതൽ ഡ്രിൽ ചെയ്ത് കളഞ്ഞിട്ട് നട്ട് ബോൾട്ടാക്കി ഇടേണ്ടതൊക്കെ ആയിട്ട് വരും. എന്തായാലും ചെയ്യാണ്ട് മാർഗ്ഗമില്ല. എങ്ങനെയിട്ട് ഓടിച്ച് ഞാൻ എഞ്ചിൻ കേസ് കൂട്ടിപ്പോവും. അപ്പോൾ ഏതെങ്കിലും കൂട്ടത്തിൽ അതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. കസ്റ്റമർ ഒന്നും അറിഞ്ഞിട്ടില്ല അറിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലൊന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് പുറമെ തന്നെ വർക്കാം. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് പുറമെ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്ത് അയച്ചെടുക്കണം. അത് അവരുടെ ഗ്യാപ്പ് പോലെയാണ് അവർ നോക്കി ചെയ്തു തരുള്ളൂ. അപ്പോൾ അവിടെ കിട്ടാൻ വൈകി കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് വണ്ടി ലേറ്റ് ആകും കേട്ടോ. എന്തെങ്കിലും നോക്കിയിട്ട് പറയാൻ തരും. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.